ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. എന്നാലും എനിക്ക് വീഡിയോനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ സ്കിൻ കെയർ എന്ന് പറഞ്ഞ് ഈ വീഡിയോ ചെയ്തതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഡെയിലി സ്കിൻ കെയർ റുട്ടീൻ ഒന്നുമല്ല കേട്ടോ. അങ്ങനെ ഈ വീഡിയോനെ ആരും കൺസിഡർ ചെയ്യരുത്. ഞാൻ ഉദ്ദേശിച്ചത് ഒരു 8 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം, അത്യാവശ്യം റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതല്ലാതെ ഇന്നിപ്പോൾ ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക. ഇത് അങ്ങനെ ഒരു ഡെയിലി സ്കിൻ കെയർ അല്ല, പക്ഷേ നമുക്ക് എഫക്റ്റീവ് ആണെന്ന് തോന്നിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാനൊരു 11th 12th ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഫസ്റ്റ് പിരികം ത്രെഡ് ചെയ്യുന്നത്. അന്നേരം നമ്മൾ പാർലറിൽ പോവുക, ത്രെഡ് ചെയ്യുക, തിരിച്ചു വരിക, അത്രേ ചെയ്യാറുള്ളൂ, വേറെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഓരോ ടോക്ക് ഉണ്ടാവുമല്ലോ, അങ്ങനെ ചെയ്താൽ വിളിക്കും, ഇങ്ങനെ ചെയ്താൽ വിളിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ഫ്രണ്ട്സിൽ നിന്നും കസിൻസിൽ നിന്നും അങ്ങനെ പലരിൽ നിന്നും കിട്ടിയ കുഞ്ഞു കുഞ്ഞു ഇൻഫോർമേഷൻസ് ഒക്കെ വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണിത്. പക്ഷെ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. പണ്ട് എൻ്റെ സ്കിന്നിന് ഞാനിങ്ങനെ ഒന്നും ആയിരുന്നില്ല. അപ്പോൾ പണ്ടത്തേതിൽ നിന്ന് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ച് വന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഭയങ്കര വെളുത്തൊന്നും അങ്ങനെയൊന്നുമല്ല, വിളിക്കാൻ വേണ്ടിയുമല്ല, പക്ഷേ ഒരു ഗ്ലോ എൻ്റെ ഫേസിന് വന്നത് ഇതിങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്തപ്പോഴാണ്. പിന്നെ ഞാനിത് മെയിനായിട്ട് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസ് വരുമ്പോൾ അതിൻ്റെ തലേ ദിവസം, അതല്ലെങ്കിൽ എന്താ പറയുക, ഒരു നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അതിൻ്റെ തലേ ദിവസം, അതല്ലെങ്കിൽ വീക്ക്ലി വൺസ്, അങ്ങനെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ഡെയിലി ചെയ്യാൻ പറ്റില്ല, ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലെ ഫങ്ഷൻസ് വരുമ്പോൾ മാത്രം ഞാനത് ചെയ്യും. പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ എന്നൊക്കെ പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്, അല്ലാതെ ഒരു ഡെയിലി സ്കിൻ കെയർ റുട്ടീനായിട്ട് ആരും ഇതിനെ കാണരുത്. പിന്നെ ഞാൻ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഡ്രൈ സ്കിന്നാണ്. സോ ഇപ്പം ഞാനിത് പറയുമ്പോൾ എല്ലാവർക്കും ഇത് എഫക്റ്റീവ് ആകുമോ എന്നെനിക്കറിയില്ല. എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു. ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യുവാണ്. ഇപ്പോൾ ഓണം കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ലുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയൊരു സംഭവം തന്നെയാണ് ഇത്. ആർക്കും അറിയാത്തതാണെന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്, എല്ലാവർക്കും അറിയുന്നവരുണ്ടാകാം, ഇത് അറിയാത്തവരുണ്ടാകാം. പക്ഷേ എനിക്കൊരു 8 വർഷത്തെ എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടിയോണ്ട് മാത്രം ഞാനത് ഷെയർ ചെയ്യുവാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇന്ന് ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്ക്രബാണ് കേട്ടോ. ഇത് കോഫിയുടെയാണ്, ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിയതാണ്. എന്തോ ഒരു 300 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. 6 months ആയിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് വേണ്ടി മാത്രമല്ല, ചുമ്മാ ഞാനിതിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് പുറത്തൊക്കെ പോകാറുണ്ട്. നല്ലൊരു ചേഞ്ച് ഫേസിന് വരാറുണ്ട്. നെക്സ്റ്റ് മുൾത്താനി മിട്ടിയാണ്. ഇതും എല്ലാവർക്കും അറിയാം. ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് ബഞ്ചാറാസിൻ്റെ പപ്പായ മുൾത്താനി മിട്ടിയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ താരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. സോ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു സ്ക്രബ് ഇട്ട് ഒരു 10-15 മിനിറ്റ്സ് ഒന്ന് ഫേസ് മസാജ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഏത് സ്ക്രബ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ ആയിട്ടുള്ള ഏത് സ്ക്രബ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു നല്ലൊരു മസാജൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്ത് കളയാം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീം ചെയ്യലാണ്. ഇതും എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മൾ ക്ലീനപ്പും ഫേഷ്യലും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ഫേസും നെക്കും സ്റ്റീം ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെ നന്നായിട്ട് സ്റ്റീം ചെയ്യാം കേട്ടോ. നമ്മളുടെ പോഴ്സൊക്കെ ഒന്ന് ഓപ്പണായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതോടുകൂടി നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് മുൾത്താനി മിട്ടി. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഇത് ഭയങ്കര സിമ്പിളാണ്, ഇത് ആർക്കും അറിയാത്തതെന്നൊക്കെ തോന്നുന്നുണ്ടാവാം. ശരിയാണ്, പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ, എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ട്. പണ്ടൊക്കെ മുൾത്താനി മിട്ടി വാങ്ങുമ്പോൾ ജസ്റ്റ് ഒരു പാക്കറ്റ് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരാം, ഒറ്റ പാക്കറ്റായിരുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ഇത് ചോദിക്കുമ്പോൾ അവർ പറയും ഏതിൻ്റെയാണ് വേണ്ടത്, ഓറഞ്ച് ആണോ പപ്പായ ആണോ എന്നൊക്കെ. അപ്പം ഞാൻ എപ്പോഴും പപ്പായാണ് ചൂസ് ചെയ്യാറ്. നമുക്കത് വാട്ടറിലോ റോസ് വാട്ടറിലോ മിക്സ് ആക്കിയിട്ട് ഫേസിലും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്യാം. എന്നിട്ടൊരു 10-15 മിനിറ്റ്സ് ഇരിക്കണം. 15 മിനിറ്റ്സൊക്കെ മതി, അപ്പോഴത്തേനും നന്നായിട്ട് ഇത് ഡ്രൈ ആയിട്ട് വരാറുണ്ട്.
അങ്ങനെ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ എന്നല്ല കേട്ടോ, ഞാൻ വേറെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സൺസ്ക്രീൻ, ടോണർ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്, സെറം ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരുപാട് നാളായിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നത് ഇതിൽ നിന്നാണെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോയി കുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് മനസ്സിലാവുന്നുണ്ടോ എന്നെനിക്കറിയില്ല, പക്ഷെ നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു മോയ്സ്ചറൈസർ എന്നും ഇടുന്ന ഒരു മോയ്സ്ചറൈസർ ഇട്ടു, ഒരു ലിപ് ബാം ഇട്ടിട്ടുണ്ട്. വേറെ എവിടെയും പോകുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് ദിവസം മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു എൻ്റെ മുഖക്കുരു ഞാൻ ആവി പിടിക്കുന്നതൊക്കെ കാണിച്ചിട്ട്. അതിപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, മാറിയിട്ടൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, പക്ഷേ കുറഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്ക് അതിൻ്റെ റീസൺ അത്ര അങ്ങോട്ട് അറിയില്ലായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായത് ഇത്തിരി കത്തിയത് വൈകിയാണെന്ന് പറയുന്ന പോലെ എനിക്കൊരു ഫേസ് വാഷിൽ നിന്ന് കിട്ടിയ പണിയാണ് കേട്ടോ. ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന 2-3 ബ്രാൻഡ് ഫേസ് വാഷ് ഉണ്ട്. പർപ്പിളിൽ നിന്നാണ് ഞാൻ വാങ്ങാറ്. പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് ഇത് തീർന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല ഓർഡർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഷോപ്പിൽ പോയി വാങ്ങി. അതിൽ നിന്ന് കിട്ടിയ പണിയാണ്. അപ്പോൾ അത് ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. ടാറ്റാ.